പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാണിയുടെ വിശേഷങ്ങൾ 2 ദിവസം കൊണ്ട് ഇടാൻ പറ്റിയില്ല, ഇത്തിരി തിരക്കിലായിപ്പോയി. റാണിയെ മെനഞ്ഞാന്ന് ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി ഒന്ന് കാണിച്ച്, അവിടെ വേദന, അവിടെ സ്റ്റിച്ചിൽ ചെറുതായിട്ട് തൊടുമ്പോൾ വേദന പോലെ കാണിക്കുന്നത്. അങ്ങനെ മെനഞ്ഞാന്ന് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ ചെക്കപ്പൊക്കെ നടത്തി. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് സ്റ്റിച്ച് പകുതി ഇളവിൽ പോയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ വലിയ പാടാണ്, ആശാട്ടി കഴിക്കുന്നില്ല. നിർബന്ധിച്ചാൽ മാത്രം പാലും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കും, അല്ലാതെ വേറെ ഫുഡൊന്നും എടുക്കുന്നില്ല, മുട്ട മാത്രം കഴിക്കും. അങ്ങനെ ഇന്നലെ ഞാൻ കൊണ്ടുപോയപ്പോൾ ഡോക്ടറെ അടുത്ത് അതും കൂടെ കാര്യം പറഞ്ഞപ്പോൾ അതിനുള്ള 1-2 ടാബ്ലറ്റും കൂടെ ഒക്കെ തന്ന്, ഓയിൽമെൻറ്റ് 1-2 മാറ്റി തന്നു. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുറിവ് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. റാണി സുഖമായ കിടക്കുന്ന നോക്കിയാണ്, കാലിൽ തലയും വെച്ച് കിടക്കുന്നുണ്ടോ? ഇവളെ കൊഞ്ചിച്ച് വഷളാകുന്ന ആളതാ ഈ ഇരിക്കുന്നത്. ഇല്ലാത്ത ശീലങ്ങൾ മൊത്തവും ഈ പെണ്ണിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുക. ഒരു പുഞ്ച കൊച്ചായിട്ട് വരികയാണ് ഇവിടെ ഇപ്പം വന്ന്. റാണി ഇന്നിപ്പോൾ ആ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഇന്നിപ്പം ഫുഡൊക്കെ രാവിലെ പറയാതെ തന്നെ കൊണ്ടുവച്ചപ്പോൾ ഓടി വന്ന് ഫുഡ് കഴിച്ച്, പാലൊക്കെ തനിയെ കുടിച്ച്. ഇന്നിപ്പോൾ വന്നിട്ടിപ്പം ഓയിൽമെൻറ്റ് ഇടാൻ വേണ്ടി കിടത്തിയിരിക്കുക. ഓയിൽമെൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ ആ സൈഡിലൊക്കെ കുറച്ച് രോമങ്ങളൊക്കെ ഈ മരുന്നൊക്കെ തേച്ചപ്പോഴത്തേക്ക് കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാറില്ല. ഇപ്പോൾ അവളെ കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ചെറുതായിട്ട് തുടച്ചെടുക്കാന്ന് വിചാരിച്ചാൽ ആ സൈഡിലൊക്കെ തൊടുമ്പോഴത്തേക്ക് അവൾ ബഹളം വയ്ക്കും. വേദനയില്ല, എന്നാലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ബഹളം വയ്ക്കും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും അവളെ. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ നമ്മളെ വയറ്റ് കുഞ്ഞിനെ വേണ്ട പാവന്തോ അവിടെ കിടപ്പുണ്ട് ഗ്രില്ലിന് വെളിയിൽ. വയറ്റ് കുഞ്ഞിനെ പുറക്കടന്ന് ഉപദ്രവിക്കുക, അല്ല വിരട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശാട്ടിയുടെ മെയിൻ ഹോബി. ഒന്ന് കണ്ണു തുറന്നേ, സൂചിച്ചങ്ങ് കിടക്കണണ്ടില്ലേ റാണമ്മോ ഉറങ്ങണു. ഫാൻ ഇട്ട് കൊടുത്തിരിക്കുക. എൻ്റെ ഇവിടെ ഈ സൈഡിൽ ഫാനുണ്ട്, അത് ഇങ്ങോട്ട് അടിച്ചു കഴിയുമ്പോൾ ആ കാറ്റ് നല്ലപോലെ വന്നിരിക്കുക. അപ്പോൾ ആ കാറ്റിൻ്റെ സുഖത്തിൽ ഇങ്ങനെ കിടക്കുക. പുഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക പെൺകൊച്ചിനെ. ഏറ്റവും വലിയ പുഞ്ചക്കൊച്ചാണ് ഈ വീട്ടിലെ. ഏറ്റവും മൂത്ത പെണ്ണിന് പുഞ്ചത്തരം കൂടുതലും. ആ പൊടി കൊച്ചുകൾക്ക് ഒരു പുഞ്ചത്തരവും ഇല്ല. അപ്പോൾ അവ എൻ്റെ ഇമ്പ്രൂട്ടി കിടക്കണുണ്ടോ? ഇമ്പ്രൂട്ടി ഇവിടെ ഇപ്പോൾ ഗ്രില്ല് ഇവിടെ അടച്ചിട്ട് വെളിയിലാക്കിയിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇവൾക്ക് മരുന്നിടുമ്പോഴത്തേക്ക് അവൾ വന്ന് ശല്യം ചെയ്യും. കണ്ടോ അടിപൊളിയായിട്ട് ഉറങ്ങിയ കാലിൽ തലയും വെച്ച് കിടന്ന്. അണ്ണ ഇപ്പം വിഷമമൊക്കെ മാറിയാ? മാറി. അന്ന് ഈ മയക്ക് ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പോൾ അതിന്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അവിടെ ഇന്ന് രാവിലെ അതിൽ പാലൊക്കെ കുടിച്ച് ചോറൊക്കെ കഴിച്ചപ്പോൾ സന്തോഷമായി. അണ്ണനായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം. ഇവിടെ ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നമായിരുന്നു. ഇപ്പൊ 2 ഫുഡ് കഴിക്കാത്തതിനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അണ്ണ ഹാപ്പിയായി. ഏണാ ഇത്ര വിഷമിക്കണേ എന്തിനാ? എല്ലാവരും പറഞ്ഞു എന്തിനാ വിഷമിക്കണം, 2 ദിവസം കഴിയുമ്പോൾ ശരിയാവുന്നു. പിന്നെ അണ്ണ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? അവൾക്കൊരു വിഷമമില്ല, അവൾക്കൊരു പ്രശ്നമില്ല, അവള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഇപ്പൊ ഹാപ്പി അല്ലേ? റാണി കൊച്ചു എണീറ്റിട്ടുണ്ട് ഉറക്കത്തിന്ന്. പൂച്ച ഇറക്ക കണ്ണടച്ചു അപ്പോഴേ എണീക്കും. ബ്രൂട്ടിയെ റാണി ചേച്ചിക്ക് സുഖായ അടുത്ത് വന്നാൽ ഓടി അങ്ങ് പുറത്ത് കയറും അവള്. ഞങ്ങളുടെ ഗ്രോ ബാഗിൽ കൃഷിയൊക്കെ കണ്ടോ, എല്ലാം വളർന്ന് വലിയ തൈയായി വരുന്നു. എല്ലാം ഫില്ല് ചെയ്ത് കേട്ടോ, എല്ലാ തൈയും ഇതിനകത്ത് ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വൈറ്റ് തോന്നേക്കാളും മുമ്പേ പോയേ. ജിമ്മി ഇവിടെ എവിടെയോ കാണും. ജിമ്മിയെ ഉറങ്ങാൻ കയറി കാണും കാറിൻ്റെ അടിയിൽ. 8 മണി ആവാറാകുമ്പോഴത്തേക്ക് അവനൊരു ഉറക്കമുണ്ട്, ഇളം ചൂടങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക്. ജിമ്മിച്ചാ എന്നുണ്ടോ കാറിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ഉറങ്ങുവാണോ? പണ്ട് കൊച്ചിലെ ഇവനെ ഇതുപോലെ കാറിൻ്റെ അടിയിൽ കയറി കിടന്നിട്ട് ഈ ബ്രേക്കിൻ്റെ വയറൊക്കെ കട്ട് ചെയ്യായിരുന്നു. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ വയറൊക്കെ കട്ട് ചെയ്ത വില്ലനാണ് ഇതാ ഈ കിടക്കുന്നത്. കണ്ട ഇപ്പം കൊടുത്ത കിടന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു പക്വതയുള്ളൊരു ചെറുക്കൻ്റെ ഒരു പെരുമാറ്റമൊക്കെ. ഉറക്കം രാവിലെ പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുക. ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഫുഡ് കൊടുക്കും. വന്നാൽ നമുക്കൊന്ന് വീഡിയോ എടുക്കാം. ബാ ഇമ്മി വേണ്ടെന്ന്. പട്ടാളങ്ങളൊക്കെ ബാക്കിലാണ്, അവിടെ ഇവിടെ കളിക്കുക. ഇപ്പോൾ എനിക്ക് അടുക്കളയിൽ ജോലി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ ഇപ്പോൾ സമയമില്ല. ഇപ്പോഴേ എൻ്റെ സന്തത സഹചാരി ആരാന്നറിയോ? വൈറ്റിയാണ്. ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ പുറക്കെ വരും അവള്. മുമ്പ് ജിമ്മിയായിരുന്നു അങ്ങനെ വരുന്നത്. ഇനി ഇറങ്ങി വാ, അവിടെ കയറല്ലേ.
മുമ്പ് ജിമ്മി ആയിരുന്നു അങ്ങനെ കൂടെ അടങ്ങുന്നത്. ഇപ്പം അവൻ വലിയ ആളായപ്പോഴത്തേക്ക് നമ്മളെ കൂടെ അങ്ങനെ വരുത്തേന്നില്ല. ഇപ്പം ഇവളെ നമ്മളെ കൂടെ അടങ്ങുന്നത്. അതുപോലെ ജാനു ഉണ്ടല്ലോ, ജാനു നമ്മളെവിടെ മേളിൽ പെരയിടത്ത് കയറി ചെല്ലുമ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുവാണ്. എൻ്റെ ചിത്തേ കള്ളിപ്പന്നേ. റാണീസ് എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞ്, ബൈ പറഞ്ഞ്, ബൈ എന്ന് പറഞ്ഞ്.